ഹലോ എവരി വൺ. ഒരു ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയ്ക്ക് ഏത് എക്സ്റ്റെൻറ്റ് വരെ ആ കുട്ടീൻ്റെ ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം വളരെ റിലവൻ്റ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് ഫ്യൂച്ചറിനെ കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുമോ, ഇല്ലാത്ത കുറേ കേസുകളിൽ ഇല്ലേ എന്നൊരു കാര്യം. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ എക്സാം വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് എക്സാം ആയിരിക്കണം വിത്ത് ഡീക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ്. രണ്ട്, നമ്മൾ റോ ഡാറ്റ ഉപയോഗിച്ച് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി അനാലിസിസ് നടത്തിയിട്ട് നമ്മുടെ ഫൈൻഡിങ്സ് നമുക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സയന്റിഫിക്കലി നമുക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് സ്കൂളിലെ മാർക്സ്, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 10+2 മാർക്കുകളാണ്. അതിനെ പ്രെഡിക്റ്റ് ചെയ്യാവോ എന്നുള്ളൊരു സ്റ്റഡി തന്നെ നടത്തുന്നത് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി അനാലിസിസിന്റെ ബേസിസിലാണ്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റുഡൻസിന്റെ SAATന്റെ സ്കോർ ഉണ്ട്. 8 ആപ്റ്റിറ്റ്യൂഡ്സിന്റെ, ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ടു ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ്. ഒപ്പം നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന അവരുടെ അക്കാദമിക് സ്കോർസ് ഉണ്ട്. നമ്മൾ ശ്രമിക്കുന്നത് ഈ SAATന്റെ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയുടെ സ്കോറുകൾ കമ്പൈൻഡ് ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ എത്ര പെർസെൻറ്റേജോളം ഈ സബ്ജക്റ്റുകളിൽ ഇവർ സ്കോർ ചെയ്തിരിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമുക്കൊരു കോറിലേഷൻ കിട്ടണം. ഈ കോറിലേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു നമ്പറാണ്. ആപ്റ്റിറ്റ്യൂഡും അച്ചീവ്മെന്റും എത്ര ടൈറ്റ്ലി ആണ് ട്രാവൽ ടുഗദർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു നമ്പറാണ്. അത് +1 ആണെങ്കിൽ രണ്ടും ഒരേപോലെ മുമ്പോട്ട് പോകുന്നു, 0 ആണെങ്കിൽ രണ്ടും തമ്മിലൊരു ലിങ്ക് ഇല്ല, -1 ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതായത് ആപ്റ്റിറ്റ്യൂഡ് ഒരു വശത്തോടെ പോകുമ്പോൾ മാർക്കും സ്കോറും വേറൊരു വശത്തോടെ പോകുന്നു, ഇൻവേഴ്സ്ലി കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ എടുത്ത ഡാറ്റാബേസ് വെച്ച്, അവൈലബിൾ ആയത് വെച്ച് നമ്മൾ റൺ ചെയ്തപ്പം നമുക്ക് കിട്ടുന്ന ഒരു കോറിലേഷൻ 0.66 ആണ്. ഈ 0.66 നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സാമ്പിളിൽ 120 പര സ്റ്റുഡൻസിൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഇത് 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് 0.66. അതിന്റെ അർത്ഥം പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അതായത് ആപ്റ്റിറ്റ്യൂഡും ഇവരുടെ ടെസ്റ്റ് സ്കോർ, നമ്മൾ അച്ചീവ്മെന്റ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും വളരെ പോസിറ്റീവ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 6.66 ആണെങ്കിൽ ഇത് ഇത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് R² നോക്കിയാൽ മതി. അത് നമുക്ക് കിട്ടുന്നത് 0.43 ആണ്. അതായത് ആപ്റ്റിറ്റ്യൂഡ് ഒരു കുട്ടീൻ്റെ സ്കോറിലെ 43% വരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്രെഡിബിൾ ആണ് എന്നുള്ളൊരു കാര്യം. നമ്മളിവിടെ 8 ആപ്റ്റിറ്റ്യൂഡ്സ് കൂടിയിട്ട് മാർക്സിന്റെ 43% ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. 43% എക്സ്പ്ലെയിൻ ചെയ്യുമ്പം 57% ഈ 8 ആപ്റ്റിറ്റ്യൂഡുകൾ കൂടിയാലും എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെയാണ് ജെനുവിൻ ആയിട്ട് നമുക്ക് ഇംപ്രൂവ്മെന്റ് വരിക എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് ജന്മന ആപ്റ്റിറ്റ്യൂഡ് കൂടുതലും കുറവും ആണെങ്കിൽ തന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബാക്കിയുള്ള ഈ 57%. അവിടെ ടീച്ചിങ് ബെറ്റർ ആക്കാം, നമ്മുടെ എഫേർട്ട് ബെറ്റർ ആക്കാം എന്നൊക്കെയുള്ളൊരു കാര്യം. പക്ഷേ ഈ സ്റ്റഡീസിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേയും കൂടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ നടത്തിയത് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് മുതൽ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് വരെയുള്ള 8 ആപ്റ്റിറ്റ്യൂഡുകളെയാണ് ഇതുവരെ ഉപയോഗിച്ചത്. പക്ഷെ നമുക്ക് ജെനുവിൻ ആയിട്ട് വേറൊരു കാര്യം ചോദിക്കാം. ഈ 8 ആപ്റ്റിറ്റ്യൂഡുകളിൽ ചില ആപ്റ്റിറ്റ്യൂഡുകൾ കുറേയും കൂടെ ബെറ്റർ ആയിട്ട് പരീക്ഷയുടെ മാർക്കുകളെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും, ചിലത് അത്രയും നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഈ 8 ആപ്റ്റിറ്റ്യൂഡിലെ ചില ആപ്റ്റിറ്റ്യൂഡിന്റെ കോമ്പിനേഷൻ ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ 8 ആപ്റ്റിറ്റ്യൂഡിൽ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ്, കണക്കിലെ പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ്, ഇമോഷൻസ് കണ്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ബേസിക് കപ്പാസിറ്റി, അതായത് ഈ 3 ആപ്റ്റിറ്റ്യൂഡുകൾ കൂടുമ്പോൾ അച്ചീവ്മെന്റ് നമുക്കൊരു 64%ഓളം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യത്തെ 8 ആപ്റ്റിറ്റ്യൂഡുകൾ കൂടെ കൂടിയിട്ട് 43% പ്രെഡിക്റ്റ് ചെയ്തതെങ്കിൽ ഈ ആദ്യത്തെ 3 ആപ്റ്റിറ്റ്യൂഡ് റിലവന്റ് ആയിട്ടുള്ളത് 64% പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. SAATന്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ ഒരു കുട്ടീന്റെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡോട് നമുക്ക് എത്രമാത്രം അക്കാദമിക് ആയിട്ട് ഈ സ്റ്റുഡന്റ് പെർഫോം ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ 64%ഓളം നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് നടത്താവുന്ന അടുത്തൊരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സ്കൂൾ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ നമുക്ക്, മാത്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഇങ്ങനെ. അപ്പൊ ഏതൊക്കെ ആപ്റ്റിറ്റ്യൂഡുകളായിരിക്കും
ആയിരിക്കാം ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാത്സിനെ ന്യൂമറിക്കൽ റീസണിംഗ് ആണ് നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അതായത് 59%. സയൻസിനും ന്യൂമറിക്കൽ റീസണിംഗ് ആണ് അപ്രോക്സിമേറ്റ്ലി ഒരു 47%. പിന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സോഷ്യൽ സയൻസിലെ എല്ലാ സബ്ജക്റ്റുകളെയും ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യം ലാംഗ്വേജ് തന്നെയാണ്. ഇത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നു. അതായത് ഭാഷ നമുക്ക് എന്തുകൊണ്ട് നന്നായിട്ട് അറിയണം എന്നുള്ള ഒരു കാര്യത്തിന്റെ ഡെമോൺസ്ട്രബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ ഡാറ്റാ സെറ്റിൽ നന്നായിട്ട് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു കുട്ടിക്ക് സോഷ്യൽ സയൻസ് ഫണ്ടമെന്റലി ഈസി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒപ്പം ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡിന്റെ വരുമ്പോൾ 64% ഇവരുടെ അക്കാദമിക് സ്കോറിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ ചെറുപ്പം തൊട്ടേ നിങ്ങൾ കണക്കും ലാംഗ്വേജും നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ശരിക്കും ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ ഒരു സ്മോൾ എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ ആപ്റ്റിറ്റ്യൂഡുകളുടെ കൂടിയിട്ട് 43% എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 3 ആപ്റ്റിറ്റ്യൂഡ് ഉപയോഗിച്ച് 64% എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ സയന്റിഫിക് ആണ് എന്ന് പറയുന്ന ഫേക്ക് ആയിട്ടും വീക്ക് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾക്ക് ഒരു 10-20% ആണ് എക്സ്പ്ലനേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. അങ്ങനെയുള്ള ഒരു പരീക്ഷയുടെ റിസൾട്ടിന്റെ ബേസിസിൽ ഫ്യൂച്ചർ പ്രഡിക്റ്റഡ് ആകുന്നില്ല എന്ന് പറയുന്നത് നോർമലാണ്. ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന്റെ റിഗറും സയന്റിഫിക് വാലിഡിറ്റിയാണ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയ്ക്കും ഒരു മാക്സിമം 70%, അതായത് ഒരു 60-ക്കൊക്കെ മേളിലാണ് ഭയങ്കര ഹൈ ആണ്. ഇതിന്റെ ഇടയിലാണ് മാക്സിമം അക്കാദമിക് അച്ചീവ്മെന്റിനെ ഒരു പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള കുറെ പെർസെന്റേജ്, ഒരു 30% ഒക്കെ ഇപ്പൊ നമ്മുടെ എഫേർട്ട്, സ്കൂള്, ടീച്ചിങ്, ഫാമിലി, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കുറെ വേരിയബിളിലായിരിക്കും അടങ്ങിയിട്ടുണ്ടാകുക. സമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡിന് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാവോ, മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ഏതാണ്ടൊരു 66%ഓളം നമ്മുടെ ഒരു അനാലിസിസ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.